The proportion of a characteristics of a population P is equal to 0.37. Find the mean and variance of the sample proportion obtained from a sample size of 100. നമുക്ക് ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പിയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.37 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ മീൻ ആൻഡ് വാരിയൻസ്. അപ്പൊ മീനും വാരിയൻസും കണ്ടുപിടിക്കണം. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സാമ്പിൾ ഓഫ് സൈസ് 100 ആണ് തന്നിട്ടുണ്ട്. അതായത് n ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. പി തന്ന ക്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയില്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 1 മൈനസ് പി എന്നാണ്. ദാറ്റ് ഈസ് 1 മൈനസ് 0.37 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.63 അല്ലേ? ഇനി മീന്റെ ഇക്വേഷൻ എന്താ? മ്യൂസ് ഈക്വൽ ടു പി അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു പിയുടെ വാല്യൂ എത്രയാണ്? 0.37 അല്ലേ? അതെടുത്ത് എഴുത് അല്ലേ? ഇനി വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? പി ക്യൂ ബൈ എൻ ആണ്. നമുക്ക് എല്ലാ വാല്യൂസും അറിയില്ലേ? പിയുടെ വാല്യൂ 0.37 ഇൻറ്റു ക്യൂവിന്റെ വാല്യൂ 0.63 ഡിവൈഡഡ് ബൈ എന്നിന്റെ വാല്യൂ 100 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002331. ഓക്കെ, ശരിയല്ലോ? സിമ്പിൾ അല്ലേ പ്രോബ്ലം? A sample of size 49 is taken. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? n is equal to 49 ആണെന്ന് തന്നിട്ടുണ്ട്. വിത്ത് മീൻ with mean 35 and standard deviation 11 from a population. നമുക്ക് മീൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നു? 35 ആണെന്ന് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ 99% ഓഫ് കോൺഫിഡന്റ് ഇന്റർവെൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ. ഓക്കെ, അപ്പൊ കോൺഫിഡൻസ് ഇന്റർവെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ഒരു കോൺഫിഡൻസ് ലെവലാണ്. 99% എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ലെവലാണ്. ഇതെങ്ങനെ എഴുതാറ്? നോർമലി 1 മൈനസ് ആൽഫ ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പെർസെൻറ്റേജിൽ എഴുതുക, അല്ലെങ്കിൽ ഇൻറ്റു 100 എന്ന് എഴുതിയാലും മതി. ഇനി നമ്മുടെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 1 മൈനസ് ആൽഫയാണ്. ഇനി ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. കോൺഫിഡൻസ് ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? നമുക്കറിയാം പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് വരിക. ഇതില് ഇപ്പൊ നമുക്ക് 99% കോൺഫിഡൻസ് ലെവൽ തന്നിട്ടുണ്ട് അല്ലെ? അതായത് ഇത്രയും പോർഷനില് ആണ് നമുക്ക് എന്ത് ചെയ്യണ്ടാവുക? പ്രോബബിലിറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇത്രയും പോർഷനിൽ അത് കൺഫേം ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു രീതിയാണ് അതിന് പറയാം. ഓക്കെ, ഇത് മൊത്തം എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 99% ആണ്. ഇതിന്റെ ബാക്കി എന്തുണ്ടാവും? 99% കഴിഞ്ഞാൽ പിന്നെ 1% ആണ് ഉള്ളത് അല്ലെ? ആ 1%നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ ഒരു 0.5% ഉണ്ടാവും, ഇവിടെ ഒരു 0.5% ആണ് നമുക്ക് ഉണ്ടാവും. ഈ ഒരു ഭാഗം ഇതെന്താണ്? ശരിക്ക് α/2 ആണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇതാണ് നമ്മളുടെ എന്ത്? 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അപ്പൊ നമുക്ക് 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താവും ഇവിടെ വാല്യൂ? ഇതിന്ന് കണ്ടുപിടിച്ച് നോക്കിയ 1 മൈനസ് ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 99/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.99 ആയിരിക്കും അല്ലെ? ഈ 0.99 ആണ് എന്ത്? ഈ ടോട്ടൽ വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഇതെന്തായിരിക്കും? Z∝/2 ആയിരിക്കും. അതുപോലെ ഇത് മൈനസ് Z∝/2 ആയിരിക്കും. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ടോട്ടൽ 0.99 ആണ് ഈ മൊത്തം ഏരിയ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നോട്ട് ഇതുവരെയുള്ള റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ 0.99/2 അല്ലേ ആവുക അല്ലെ? അതായത് എത്രയാണ് അത് വരിക? 0.495 ആയിരിക്കും. ഈ 0.495ന്റെ സെഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ?
അതായത് ഈ പ്രോബബിലിറ്റിയുടെ കറസ്പോണ്ടിങ് സെഡ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ എടുക്കാം. അപ്പൊ ഇവിടെ കണ്ട 0 to Z വരെയുള്ള വാല്യൂസ് ആണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ഈ സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഉള്ളിലുള്ള പ്രോബബിലിറ്റി എത്രയാണ്, നമുക്ക് 0.495 ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കുക, 0.495 എന്ന് പറയുന്ന വാല്യൂ എവിടെ വരുന്നത് നോക്കുക. 0.49, ഇവിടെയൊക്കെ 0.49 വരുന്നുണ്ട് അല്ലെ? എപ്പോഴാണ് വരുന്നത്, ഇതല്ലേ ഫസ്റ്റ് വാല്യൂ 0.4951 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലെഫ്റ്റേക്ക് നോക്കുക, ലെഫ്റ്റേക്ക് നോക്കുമ്പോ ഇത് എന്താണ്, 2.5 ആണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നോക്കുക, എന്താണ്, 0.08 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്, 2.58 ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, സെഡ് ആൽഫ ബൈ 2 കിട്ടി. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇന്റർവെൽ എഴുതാം. കോൺഫിഡൻസ് ഇന്റർവെലിന്റെ ഇക്വേഷൻ എന്താ, കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √n, കോമ എന്ത് ചെയ്യും, മൈനസും പ്ലസും രണ്ട് റീജിയനിലും ഉണ്ടാവില്ല. അപ്പൊ എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ √n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സ് ബാർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ അല്ലേ, 35 എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ എന്താന്ന് തന്നിട്ടുണ്ട്, 11 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ എന്താന്ന് തന്നിട്ടുണ്ട്, 49 ആണെന്ന് തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ 35 മൈനസ് സെഡ് ആൽഫ ബൈ 2 എത്രയാണ്, 2.58 ഇൻറ്റു സിഗ്മയുടെ വാല്യൂ 11 ഡിവൈഡഡ് ബൈ √49, കോമ 35 പ്ലസ് 2.58 into 11 by √49. Okay, but that is equal to 30.945, 39.0542. ഇതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇന്റർവെൽ. ഓക്കെ, മനസ്സിലായില്ലേ ഇത്?